താബോർ എന്ന രാജ്യത്ത് സ്നോ വൈറ്റ് എന്നൊരു രാജകുമാരി ഉണ്ടായിരുന്നു. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ മരണം അവൾ കാണുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛനൊരു യുദ്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ രക്ഷിക്കുന്നു. അവളെ കല്യാണം കഴിക്കുന്നു. ആ സ്ത്രീയാണ് രവന്ന. തുടക്കത്തിൽ അവൾ നല്ലൊരു സ്ത്രീയായി തോന്നുമെങ്കിലും കല്യാണത്തിന്റെ രാത്രി തന്നെ അവൾ രാജാവിനെ കൊന്ന് രാജ്യം കയ്യിലെടുക്കുന്നു. സ്നോ വൈറ്റിനെ അവൾ തടവിലാക്കുന്നു. സ്നോ വൈറ്റിന്റെ ബാല്യകാല സുഹൃത്തായ വില്യമും അവന്റെ അച്ഛനും രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് സ്നോ വൈറ്റ് വളർന്നു. വെളിയിലെ ലോകം അവൾ കണ്ടിട്ടില്ല. മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല. അവൾ ഒറ്റയായി ഭയമായി ജീവിക്കുന്നു. രവന്ന ഒരു മന്ത്രവാദി കൂടിയാണ്. അവൾ വളരെ സ്വാർത്ഥയും താനായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീയാണ്. രവനയുടെ യൗവനം നിലനിർത്താനായി ആ രാജ്യത്തിലെ എല്ലാ സുന്ദരിമാരായ പെൺകുട്ടികളെയും അവൾ പിടിച്ചുകൊണ്ടുവരുന്നു. എന്നിട്ട് അവരുടെ യൗവനം തന്നിലേക്ക് അവൾ ആകർഷിച്ചെടുക്കും. രവനയ്ക്ക് ഒരു മാന്ത്രിക കണ്ണാടിയുണ്ട്. അവൾ ആ കണ്ണാടിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു ആൾരൂപം പുറത്തു വരികയും അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഒരിക്കൽ റാണി മിററിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഏറ്റവും സുന്ദരി? മിറർ സ്നോ വൈറ്റ് എന്ന് പറയുന്നു. അവളെ കൊന്ന് അവളുടെ ഹൃദയം കയ്യിലെടുത്താൽ റാണി ഒരിക്കലും വയസ്സാവില്ല എന്ന് രൂപം പറയുമ്പോൾ രവന അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. പക്ഷേ സ്നോ വൈറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഫോറസ്റ്റിലേക്ക് ഓടിപ്പോകുന്നു. അവളെ കൊല്ലാനായി റാണി ഒരു ഹൻസ്മാനെ നിയോഗിക്കുന്നു. എന്നാൽ ആദ്യം അയാൾ അതിന് തയ്യാറാവുന്നില്ല. പക്ഷെ അവളെ കൊന്നാൽ മരിച്ചുപോയ ആ ഹൻസ്മാന്റെ ഭാര്യയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് രവന അവനോട് പറയുന്നു. അങ്ങനെ അവനത് സമ്മതിക്കുന്നുണ്ട്. രാജകുമാരിയെ കാട്ടിൽ വെച്ച് ഹൻസ്മാൻ കാണുന്നു. എന്നാൽ ഭാര്യയെ ജീവിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞത് കള്ളമാണെന്ന് അറിയുമ്പോൾ ഹൻസ്മാൻ റാണിയുടെ സൈന്യത്തെ അടിച്ചിട്ട് രാജകുമാരിയെ രക്ഷിക്കുന്നു. ഫോറസ്റ്റിൽ അവൾക്ക് ഭയം മാത്രമല്ല ജീവിതം പഠിക്കേണ്ടി വരുന്നു. അവിടെ അവൾ ഡ്രോവ്സിനെ കാണുന്നു. അവർ അവളെ രക്ഷിക്കുന്നു. അവൾ അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുന്നു. രാജകുമാരി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ ബാല്യകാല സുഹൃത്തായ വില്യം അവളെ തേടിയെത്തുന്നു. അങ്ങനെ ഒരു ദിവസം വില്യമിന്റെ രൂപത്തിൽ വന്ന് രവന രാജകുമാരിയെ വിഷം കലർത്തിയ ഒരു ആപ്പിൾ കൊടുക്കുന്നു. സ്നോ വൈറ്റ് മരിച്ചുപോലെ ഉറക്കത്തിൽപ്പെട്ടപ്പോൾ എല്ലാവരും തകർന്നു പോകുന്നു. എന്നാൽ അവൾ ഉണരുന്നു. സ്നോ വൈറ്റ് സ്ലോലി ചേഞ്ച് ആവുന്നു. അവൾ ഭയപ്പെടുന്ന കുട്ടിയല്ല എന്ന് അവൾ തന്നെ അറിയുന്നു. അവൾ ആർമർ ഇടുന്നു. സോഡ് എടുക്കുന്നു. അവൾ ആർമിയെ ലീഡ് ചെയ്യുന്നു. രവനയ്ക്കെതിരായി കൊട്ടാരത്തിലേക്ക് യുദ്ധം നയിക്കുന്നു. അവസാനം സ്നോ വൈറ്റ് തന്നെ രവനയെ തോൽപ്പിക്കുന്നു. രാജ്യം വീണ്ടും തിരിച്ചെടുക്കുന്നു. ഈ കഥ റെസ്ക്യൂ ചെയ്ത പ്രിൻസിന്റെ കഥയല്ല. ഈ കഥ ഭയം വിട്ട് രാജ്യം തിരിച്ചെടുത്ത ഒരു രാജകുമാരിയുടെ കഥയാണ്.